ഒക്ടോബർ 2 ബുധനാഴ്ച. മത്തായി 18 1 മുതൽ 5 വരെയും 10 വാക്യങ്ങൾ. ഇന്ന് തിരുസഭ നമ്മുടെ മഹത്തായ കാവൽ മാലാഖമാരെ ബഹുമാനിക്കുന്നു. നമുക്ക് ഊഹിക്കാവുന്നതിലും അപ്പുറമുള്ള നിധികളും സഹായികളുമാണ് കാവൽ മാലാഖമാർ. കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് തിരുസഭ പ്രധാന ദൂതന്മാരായ മിഖായേൽ, ഗബ്രിയേൽ, റഫായേൽ എന്നിവരെ ആദരിച്ചു. ആ പ്രതിഫലനത്തിൽ ദൈവം സൃഷ്ടിച്ച സ്വർഗീയ ജീവികളുടെ ശ്രേണിയിലേക്ക് നോക്കുമ്പോൾ കാവൽ മാലാഖമാർ അതിൽ ഏറ്റവും താഴെയാണെങ്കിലും അവർ മറ്റ് സ്വർഗീയ ജീവികളുടെ ആതിഥേയത്തെക്കാൾ മഹത്വവും ഗംഭീരവും അല്ല. കാവൽ മാലാഖമാർ പരമ്പരാഗതമായി നമ്മുടെ ആവശ്യങ്ങളിൽ നമ്മെ സേവിക്കുന്നതിന് വേണ്ടി സൃഷ്ടിക്കപ്പെട്ടതാണെന്ന് പറയപ്പെടുന്നു. അതെ, ദൈവത്തിന് മാലാഖമാരുടെ ആവശ്യമില്ലാതെ തന്നെ നമ്മെ നേരിട്ട് പരിപാലിക്കാൻ സാധിക്കും. പക്ഷെ അങ്ങനെ അവൻ ചെയ്തില്ല. തൻ്റെ കൃപയുടെയും കരുതലിൻ്റെയും മധ്യസ്ഥരായി മാലാഖമാരെ സൃഷ്ടിക്കാൻ ദൈവം തീരുമാനിച്ചു. കാവൽ മാലാഖമാർ നമ്മെ തികഞ്ഞ സ്നേഹത്തോടെയാണ് പരിപാലിക്കുന്നതെന്ന് പറയുക. അവർ നമ്മെ അറിയുന്നു, നമ്മെ കാത്തുപാലിക്കുന്നു. നാം വിശുദ്ധരാകാൻ ആഴമായി അവർ ആഗ്രഹിക്കുന്നു. അവരുടെ പ്രാഥമിക ലക്ഷ്യം നമ്മെ സ്വർഗത്തിലെത്തിക്കാനും വിശുദ്ധിയുടെ ഉന്നതിയിലേക്ക് നമ്മെ കൂട്ടിക്കൊണ്ടുപോകാനുമാണ്. എങ്ങനെയാണ് ഇത് അവർ ചെയ്യുന്നത്? മാലാഖ എന്ന വാക്കിൻ്റെ അർത്ഥം തന്നെ ദൂതൻ എന്നാണ്. അങ്ങനെ ദൈവത്തിൻ്റെ ഇഷ്ടവും മനസ്സും നമ്മോട് ആശയവിനിമയം ചെയ്യുന്നതിൽ ഈ ദൂതന്മാർ ഒരു പ്രധാന പങ്ക് വഹിക്കുന്നു. ദൈവം നമ്മോട് പറയാൻ ആഗ്രഹിക്കുന്നതെല്ലാം അവർ വഴി നമുക്ക് വെളിപ്പെടുത്തുന്നു. തിന്മയ്ക്കെതിരെ പോരാടാനും നന്മ ചെയ്യാൻ നമ്മെ സഹായിക്കാനും ജീവിതത്തിലെ പ്രത്യേക സാഹചര്യങ്ങളിലേക്ക് ദൈവത്തിൻ്റെ കൃപ കൊണ്ടുവരുവാനും അവർ എപ്പോഴും സന്നദ്ധരാണ്. ഇന്ന് നമ്മുടെ കാവൽ മാലാഖമാരുടെ ആ പ്രാധാന്യത്തെക്കുറിച്ച് ചിന്തിക്കാം. നമ്മെ പരിപാലിക്കുന്നതിനും നമ്മെ സ്വർഗത്തിൽ എത്തിക്കുന്നതിനുമായി സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്ന ഈ സ്വർഗീയ ജീവികളോട് നമുക്ക് സംസാരിക്കാം. മാലാഖമാരുടെ മധ്യസ്ഥയിൽ ആശ്രയിക്കുകയും ദൈവത്തിൻ്റെ സമൃദ്ധമായ കൃപ നമുക്ക് പകർന്നു തരാൻ ഈ വിശുദ്ധ മാലാഖമാരെ അനുവദിക്കുകയും ചെയ്യുക. എൻ്റെ പ്രിയപ്പെട്ട കാവൽക്കാരനായ കാവൽ മാലാഖയെ, ദൈവത്തിൻ്റെ സ്നേഹം എന്നെ ഇവിടെ ഏൽപ്പിക്കുന്നു. ഈ ദിവസം എൻ്റെ അരികിലായിരിക്കുക, വെളിച്ചത്തിനും കാവലിനും എന്നെ നയിക്കാനും. ആമേൻ. ദൈവത്തിൻ്റെ മാലാഖമാരെ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. ഇന്നത്തെ സുവിശേഷത്തിൽ ശിഷ്യന്മാർ യേശുവിനെ സമീപിച്ച് സ്വർഗരാജ്യത്തിൽ ഏറ്റവും വലിയവൻ ആരാണ് എന്ന് ചോദിക്കുന്നു. യേശു അവർക്ക് മറുപടി പറഞ്ഞത്, ഒരു ശിശുവിനെ അവരുടെ മധ്യത്തിലേക്ക് കൊണ്ടുവന്നിട്ട്, നിങ്ങൾ ഒരു ശിശുവിനെ പോലെ ആകുന്നില്ലെങ്കിൽ ഒരിക്കലും സ്വർഗരാജ്യത്തിൽ പ്രവേശിക്കുകയില്ല എന്നാണ് പറയുന്നത്. യേശുവിനെ സംബന്ധിച്ചിടത്തോളം ഒരു കുട്ടിയുടെ തുറന്ന, ശ്രദ്ധയുള്ള, ആകാംക്ഷയും സ്നേഹമുള്ള രീതിയിൽ താഴ്മയുള്ള ഒരു വ്യക്തിയാണ് സ്വർഗരാജ്യത്തിലെ ഏറ്റവും വലിയവൻ. പ്രിയപ്പെട്ടവരെ, ജിജ്ഞാസയുള്ളൊരു കുട്ടിയെപ്പോലെ
സ്വർഗത്തിലുള്ള നമ്മുടെ പിതാവിൽ നിന്ന് പഠിക്കുവാനുള്ള ആകാംക്ഷയോടെ നമുക്ക് യേശുവിനോട് പറയാം, യേശുവിൽ നിന്ന് പഠിക്കാം. ഞാൻ ശാന്തശീലനും വിനീത ഹൃദയനുമായതിൽ എന്നിൽ നിന്ന് പഠിക്കുവിൻ എന്ന് യേശു തന്നെ പറയുന്നു. എല്ലാവർക്കും ഇന്നത്തെ തിരുനാളിൻ്റെ മംഗളങ്ങൾ നേർന്നുകൊണ്ട് ഒത്തിരി സ്നേഹത്തോടെ പോളച്ചൻ CSSR ഫ്രം കേരള.